നമസ്കാരം കൂട്ടുകാരെ. കോവിഡ് കാലത്ത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുവാനും നമ്മുടെ വെയിറ്റ് കുറയ്ക്കുവാനും സഹായിക്കുന്ന വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന 2 ജ്യൂസുകളാണ് ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നമ്മുടെ ജ്യൂസ് ഉണ്ടാക്കിയാലോ. നമ്മളിന്ന് 2 ജ്യൂസുകളാണ് ഉണ്ടാക്കുന്നത്. ആദ്യത്തെ ജ്യൂസിനായിട്ട് 2 ഇടത്തരം ക്യാരറ്റ് ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ പഞ്ചസാര. ഇവിടെ ബ്രൗൺ കളർ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ സാധാരണ പഞ്ചസാരയും നമുക്ക് എടുക്കാം. ഒരു ചെറിയ നാരങ്ങ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ അടുത്ത ജ്യൂസിനായിട്ട് ഞാൻ 5 നെല്ലിക്ക കുരുകളഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ നാരങ്ങ, തേന്, കുറച്ച് ഉപ്പ്, ഒരു നുള്ളുപ്പേ ഞാൻ ചേർക്കുന്നുള്ളൂ. അതുപോലെ തേൻ നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം. 2 ജ്യൂസിനുമുള്ള ഐസ് ക്യൂബ്സും വെള്ളവും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഐസ് ക്യൂബ്സ് നിർബന്ധമില്ല. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ക്യാരറ്റ് ലെമൺ ജ്യൂസ് ഉണ്ടാക്കാം. അതിലേക്ക് ക്യാരറ്റും ഇഞ്ചിയും പഞ്ചസാരയും ഐസ് ക്യൂബ്സും, ഞാൻ ഐസ് ക്യൂബ് ചേർക്കുന്നുണ്ട്, കുറച്ച് വെള്ളമേ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതുപോലെ നാരങ്ങയും കൂടെ പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നാരങ്ങ ഇഞ്ചിയും നമ്മുടെ വൈറ്റമിൻ സി ശരീരത്തിൽ കൂട്ടാനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും നല്ലതുപോലെ സഹായിക്കുന്നുണ്ട്. ക്യാരറ്റ് ആണെങ്കിൽ നമ്മുടെ കണ്ണിനും വെയിറ്റ് കുറയ്ക്കാനും ഒക്കെ നന്നായിട്ട് സഹായിക്കും. നമ്മുടെ ആദ്യത്തെ ജ്യൂസ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നമ്മുടെ അടുത്ത ജ്യൂസിനായിട്ട് ആദ്യം തന്നെ നെല്ലിക്കയും വെള്ളവും ഐസ് ക്യൂബ് കൂടെ നല്ലതുപോലെ അരച്ചെടുക്കണം. ഏറ്റവും കൂടുതൽ ന്യൂട്രീഷ്യസ് ആയ ഒന്നാണ് നെല്ലിക്ക. നെല്ലിക്ക നമ്മുടെ ഹൃദയത്തിനും അതുപോലെ നമ്മുടെ ബ്രെയിനിനും നല്ല ആരോഗ്യം നൽകുന്നുണ്ട്. നല്ല ഹൈ ഫൈബറൊക്കെ ഉള്ളതാണ് നെല്ലിക്ക. ഇതായിട്ടുണ്ട്. ഞാനിത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുകയാണ്. അതിൻ്റെ ജ്യൂസൊക്കെ വരാൻ വേണ്ടിയാണ് സ്പൂണ് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് നാരങ്ങ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പും ഇട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ലാസ്റ്റിലാണ് 1 ടീസ്പൂണോളം തേനേ ചേർക്കുന്നുള്ളൂ. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള അടുത്ത ജ്യൂസ് വന്നിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക.